ദോഷമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഭാരത്തോടെ, ഞരക്കത്തോടെ, മനോവേദനയോടെ, മനോദുഃഖത്തോടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താകും, എങ്ങനാകും, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഭാരപ്പെടണ്ട. നിന്റെ ദൈവം നിനക്ക് ദോഷമൊന്നും വരുത്തുകയല്ല, ഒരു ദോഷവും വരുത്തുകയല്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അവൻ ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടു കൊടുക്കത്തില്ല. നിന്റെ ദൈവം നിനക്ക് ദോഷം വരുത്തത്തില്ലെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം ദോഷം വരുത്തത്തില്ല, ദോഷം വരുത്തത്തില്ല. ദോഷം വരുത്തുവാൻ ദൈവം സ്തോത്രം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പാട്ട് പാടി ആരാധിച്ച്, എന്റെ ഭാഷയാ, തപ്പുമൊക്കെ എടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ച് ബലപ്പെട്ട ആൾക്കാരെ ചൊല്ലി പറയാം, അമ്മാമ 21 ഇത് കഴിയുമ്പോൾ കൂടുതലായിരിക്കില്ല. പിന്നെ പ്രശ്നമായി 21 ഇത് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ എല്ലാം അത് പ്രതീക്ഷിക്കാൻ ആൾക്കാരെ ഇറക്കാൻ പറഞ്ഞതുള്ള നമ്മളവരോട് പറഞ്ഞ കുട്ടിക്കാരിയെ മാറ്റി വിഷയമെല്ലാം പരിഹരിക്കാനല്ല. ഈ കൃപയിൽ വരുന്നത് നിന്റെ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച് നിത്യതയിലെത്താനാണ്. സ്തോത്രം. ഇതിനകത്ത് വരുന്നത് പ്രശ്നമെല്ലാം തീരാനല്ലേ. ഇതിനകത്ത് വന്ന പ്രശ്നം കൂടുതലല്ലേ. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് പ്രശ്നം തീരുകയാണോ? കൂടുതലാണോ? സത്യം പറയാം, രക്ഷിക്കപ്പെട്ടതാ. കൂടുതലല്ലേ? കൂടുതൽ. ആരാ പറഞ്ഞു ഇതിനകത്ത് വരുമ്പോ എല്ലാം തീരും? ആൾക്കാരെ ഇളക്കാനും ചാട്ടേക്കാറ്റാനും ഒന്നും വിളിച്ചു പോകരുത്. ഇതിനകത്ത് വന്നാൽ പ്രശ്നം തീരുകയല്ല, പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നിന്നെ ജയത്തോടെ നടത്തും. അതിനെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ, അതിന്റെ മേൽ ജയഭേരി മുടക്കി സ്തോത്രം ചെയ്ത് ബലപ്പെടുവാൻ ദൈവം തന്റെ കൃപ നിന്റെ മേൽ പകരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. ഇവിടെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടി, നിരവധി പാട്ട് പാടി. നമ്മുടെ പെന്തിക്കോസ്ത് ശൈലി പറഞ്ഞാൽ നന്നായിട്ട് ആരാ അവിടെ പ്രൈസാൻ വർഷിപ്പാണ്. കല്യാണത്തിന് അവിടെ ഇപ്പൊ അത് ട്രെൻഡായിട്ട് വന്നിരിക്കുക. കല്യാണത്തിനാണ് അവിടെ ആരാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. അടക്കത്തിനും വിവാഹത്തിനും നാനാജാതി മതസ്ഥർ കൂടും. മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ മനസ്സിലായില്ല. സമൂഹത്തോടും സഹജീവികളോടും നാട്ടുകാരോടും ഒക്കെ ഇടപെട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അവര് കടന്നു പോകുമ്പോൾ ആൾക്കാർ നാനാജാതി, മുസ്ലിം സഹോദരങ്ങൾ കാണും, ഹൈന്ദവർ കാണും,
നിരീശ്വരവാദികൾ കാണും, സമുദായസ്ഥർ കാണും, എല്ലാം കാണും, വിവാഹ ശുശ്രൂഷയിലും കാണും. അന്നേരം അതാ കിടന്ന് ആരാധിക്കുന്നത്. ഇപ്പൊ അവര് ഒരു എന്തുവാ അതിന് പറയുന്നത്, ട്രങ്ക്, ഇംഗ്ലീഷ് ട്രങ്കെന്നാണ്, തെറ്റിയില്ലല്ലോ. ആ, അങ്ങനെ ആയി വന്നിരിക്കുക. പെണ്ണും ചെറുക്കനും കടന്ന് ആരാധിക്കും. ഈ പെണ്ണും ചെറുക്കനും സഭയെ വന്നാൽ ആരാധിക്കത്തില്ല. സഭയെ വന്നാൽ അവള് അതേ തുണി പോലും ഇടുകയില്ല. അവനും ഇതിനോട് യാതൊരു, എല്ലാവരുടെയും കാര്യമല്ല. കല്യാണത്തിനങ്ങ് തീയായിരുന്നു. രക്ഷിക്കപ്പെടാത്തവന് അന്തം നിങ്ങളല്ല എന്നെ കിടന്നു. കല്യാണത്തിന് ആട്ടെ എന്നാ എല്ലാവർക്കും ഒരു സഹായത്തിന് വന്നാൽ ദൈവത്തെ ആരാധിക്കത്തില്ല, സമയത്ത് വരുത്തുന്നില്ല, കൈ അടിക്കത്തില്ല, പാടി എല്ലാവരുടെ കാര്യമല്ല. പാടി കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല. ലോക്കലിൽ ഉപദേശിച്ച് എന്റെ ഭാഷ ചങ്ക് പൊട്ടി പ്രസംഗിച്ച ഇവന്മാര് അനങ്ങുകയല്ല. കല്യാണത്തിന് നമ്മൾ പറഞ്ഞു ഇതുപോലൊരു തീമാണ്, ഇതുപോലൊരു ഇപ്പൊ സഹായത്തിന് വന്ന് കൈയടിക്കാണ്ട് മോത്രം പറയാണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? സ്റ്റേജിൽ കയറി ഷോ കാണിക്കുന്നതല്ല ആരാധന. ഞാനൊരു നിങ്ങൾക്ക് എന്നാ നടുക്കുന്നത് നേരെ മോനെ ദൈവം തന്നെയാണ്. എന്റെ പേര് ഇങ്ങനെ പറഞ്ഞു അത് ഞാനൊന്നും ചെയ്യത്തുമില്ല, ഒന്നും പറയത്തുമില്ല. ഞാനോ അവനെ തമ്മില നല്ല പയ്യൻ. അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അവനെ വെള്ളം കൊടുത്തു തരാനും ഒക്കെ നല്ല ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, പല പ്രൈസ് ആൻഡ് വർഷിപ്പുകാരും പല ആരാധനക്കാരും ലോക്കൽ സഭയിൽ വലിയ ആരാധനയൊന്നും, ലോക്കൽ സഭയുടെ ശുശ്രൂഷകളോടും വലിയ പ്രതിബദ്ധത അവിടെ ഇവന്മാര് മിക്കവരും ഉഴപ്പാണ്. എന്നുവെച്ചാൽ പ്രോഗ്രാമുമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ ജോർജ് കുട്ടിക്ക് പാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ലേ, പേരൊന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞൊരു ആരോഗ്യം ഉണ്ടാകണ്ട, അത് ഞാനൊക്കെ എടുത്തോളാം. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ആരാധന ആദ്യം വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. വീട്ടിലാരാധന. ഹോമയാഗത്തിന്റെ പ്രമാണം ദൈവം തമ്പുരാൻ കൊടുക്കുമ്പോ ഇങ്ങനെ ഹോമയാഗത്തിനുള്ള പ്രമാണം, യാഗം പലതുണ്ടല്ലോ, അതിലെ പ്രഥമയാഗമാ ഹോമയാഗം. ഹോമയാഗത്തിന്റെ പ്രമാണം കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കന്നുകാലി നോക്കുകൊണ്ട് വരണമെന്ന. 1:3 വായിച്ച്, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ച്. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. പിന്നെ ആ ദൈവത്തിന് ദൈവപ്രസാദം ലഭിക്കാനാകട്ടോ, യഹോവയുടെ ഓഡിയൻസിന്റെ പ്രസാദം ലഭിക്കാനല്ല, കൺവെൻഷനിൽ വിളിച്ച പാസ്റ്ററുടെ പ്രസാദം ലഭിക്കാൻ അല്ല, കൗൺസിൽ മെമ്പർമാരുടെയും കമ്മിറ്റിക്കാരുടെയും സെക്രട്ടറിയുടെയും ട്രഷറിന്റെയും കമ്മിറ്റിയുടെ പ്രസാദം ലഭിക്കാനല്ല, സഭയിൽ കാശുള്ള അച്ചായന്റെ അമ്മാമ്മയുടെ പ്രസാദം ലഭിക്കാനുമല്ല. സഭയിൽ ചിലപ്പോൾ ഗുണ്ടകൾ കാണും. ഇപ്പൊ ഗുണ്ടകളൊക്കെ സഭ അവരുടെ പ്രസാദം ലഭിക്കാനും യഹോവയുടെ പ്രസാദം ലഭിക്കാനും ജനത്തിന്റെ കൈയ്യടി മേടിക്കാനല്ല. ജനത്തിന്റെ കൈയ്യടി മേടിക്കാൻ എന്തെല്ലാം ട്രിക്കുണ്ട്. എന്തെല്ലാം സാധ്യതകളുണ്ട്. യഹോവയുടെ പ്രസാദം.
ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ പാട്ട് പാടുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ ദൈവം പ്രസാദിക്കണമെന്നൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും. നമ്മളെല്ലാം അന്യോന്യം പ്രസാദിപ്പിക്കുക. നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുക. ഭർത്താവിൻ്റെ ഈ ശ്രേഷ്ഠദാസിനെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം തുടിക്കുന്നു. 70കളിൽ ഞങ്ങൾ പുള്ളി ഇച്ചിരി കാണുന്നു പറഞ്ഞ പുള്ളി എഴുന്നേൽക്കുമ്പോൾ വാത്സല്യ കർത്തൃദാസിനെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുകയല്ലേ. ദൈവം പ്രസാദിക്കണം. അല്ല, ദൈവം പ്രസാദിക്കുമ്പോൾ മനുഷ്യര് പ്രസാദിക്കുകയല്ല. മനുഷ്യരെ നമ്മൾ പ്രസാദിപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുന്നില്ല. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചോ, വാക്യം 3 മുതൽ. വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗമായി. അടുത്തത് നിങ്ങൾക്ക് അതിന്റെ പ്രമാണത്താണോട്ട് വായിക്കണം. അപ്പം ഈ ഹോമയാഗത്തിന് കൊണ്ടുവന്ന മൃഗം, അതിനെപ്പറ്റി വായിക്കുന്നത് കന്നുകാലികളെന്ന. കന്നുകാലി. അപ്പൊ ഹോമയാഗത്തിന് കൊണ്ടുവരേണ്ട മൃഗം ഏതാണ്? കന്നുകാലിയെ കൊണ്ടുവരണം. കന്നുകാലി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് വീട്ടിൽ വളർന്നത്. ഭാഷ ചിലപ്പം ഇഷ്ടപ്പെടുകയല്ല എനിക്ക്, എന്നാലും പറയാം. ചന്തപ്പശു ഉണ്ട്, വീട്ടിലത് ഉണ്ട്. ചന്തയെ വളരുന്നത് കൊണ്ട് രണ്ടും ഇനം ഒന്നാണെങ്കിലും സ്വഭാവം രണ്ടാണ്. എല്ലാം പെന്തിക്കോസാണ്. IPC ചർച്ച കോഡ്, അസംബ്ലീസ് കോഡ്, ഷാരോന്, ഇൻഡിപെൻഡന്റ്, അന്തർദേശീയ, കല്ലുമല, TPM, പിന്നെ ഒത്തിരി ഉണ്ട്, ധാരാളം കൂട്ടായ്മകൾ. പേരൊന്നാ, എല്ലാം പെന്തിക്കോസാണ്. രീതി വ്യത്യസ്തമാണ്. ചന്ത വളരുന്നത് കൊണ്ട് വീട്ടിൽ വളരുന്നത് കൊണ്ട് രണ്ടും ഒരുപോലല്ലോ. ചന്തപ്പശു, ഞാനങ്ങ് പറയുക, ചന്തപ്പശുവിൻ്റെ രീതി കാണുന്നിടത്തെല്ലാം ആപ്പിയിടും, അവിടെ എല്ലാം പേടുക്കും, കടത്തിനെ കിടക്കും, കണ്ണി കണ്ടതും അവസരം കിട്ടിയാൽ എല്ലാം തിന്നും. ബേസ്ബോർഡ് തിന്നും, പ്ലാസ്റ്റിക് ഇപ്പം തിന്നുമെന്ന് അറിയത്തില്ല, അതും തിന്നും. ചണചാക്ക് കിട്ടിയാൽ അതും തിന്നും, പച്ചക്കറി കിട്ടിയാൽ അത് തിന്നും. മീൻ മേടിക്കാൻ നിൽക്കുന്ന തള്ളയുടെ കവണി കടിച്ച് തിന്നും. തള്ള മീന് വില പറയാതെ പശു പുറകുന്ന കവണി ഞാൻ കണ്ടതാണ്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. അതും തിന്നും. തരം കിട്ടുന്നിടത്ത് കിടക്കും. സ്തോത്രം. ഇതാ ചന്തപ്പശു. പക്ഷെ വീട്ടിൽ വളർത്തുന്ന അങ്ങനല്ല. വീട്ടിൽ വളർത്തുന്നതിന് ചിട്ടയുണ്ട്, നിഷ്ഠയുണ്ട്. പശു രാവിലെ എഴുന്നേൽക്കും, വീട്ടുകാരൻ രാവിലെ എഴുന്നേൽക്കും. കറവയുള്ളതാണെങ്കിൽ വെളുപ്പിനെ ചെന്ന് കൂടുമൊക്കെ വൃത്തിയാക്കി പശുവിൻ്റെ അകിട് കഴുകി, ഉദാഹരണമാണ്, അകിട് കഴുകി അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി അതിനെ കറന്നെടുത്ത് പാല് കൊണ്ടുപോകും. കൂടുമെല്ലാം വൃത്തിയാക്കി ഇതിന് തലേന്ന് പുളിപ്പൊടിയോ പിണ്ണാക്കോ ഒക്കെ തിളപ്പിച്ചിടും. അത് രാവിലെ അതിൻ്റെ ചേരുവകൾ ചേർത്ത് ഉപ്പൊക്കെ ചേർക്കുകയല്ലേ. അത് കൊടുക്കും. ചിലർ എന്നും രാവിലെ കന്നാലിയെ കുളിപ്പിക്കും. അടുത്ത് കണ്ടമോ പുരകിടമോ ഉണ്ടെങ്കിൽ അഴിച്ചുവിടും. അഴിച്ചുവിട്ട് ആ സൂക്ഷ്മ കണ്ടത്തിൽ അത് ചെല്ലും. ചിലപ്പം ഒരു കുറ്റി അടിച്ച് അതിനെ കെട്ടും. നമ്മളതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കി കരയും, അമ്മ. എന്നിട്ട് ചില അമ്മ വരുന്നടി വരുന്നു, ഞാൻ ഇത് കഴിഞ്ഞേച്ച് വരാം പറയില്ലേ, ഇണങ്ങി നിൽക്കുക. 4 മണിയാകുമ്പോൾ നിങ്ങൾ ആ കുറ്റി കൂരി കയറൊന്ന് ചുറ്റിയേച്ച് കുറ്റി കൂരി വിടാം. സൂക്ഷ്മ കന്നാലിക്കൂടിൻ്റെ അവിടെ വരും. ചന്തപ്പശു അങ്ങനെ വരുമോ? വീട്ടിൽ വരും. വെള്ളം കൊടുക്കും. യാത്ര ചിലപ്പോൾ തുറവിൽ നിന്ന് കച്ചി വലിച്ചിട്ട് കൊടുക്കും. ശാന്തമായിട്ട് അവിടെ കിടക്കും.
വീട്ടുകാരനെ കുത്തുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആത്മീയ അർത്ഥം, ആരാധന ആദ്യം വീട്ടിലാ വെളിപ്പെടേണ്ടത്. സഭയിൽ വന്ന് 10 മുതൽ 1 മണി വരെ അല്ല തുള്ളലും ചാട്ടവും. ആരാധന ആദ്യം വീട്ടിൽ വെളിപ്പെടണം. രാവിലെയും വൈകിട്ടുമൊക്കെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും വേണം. നന്നായി ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നന്നായിട്ട് ആരാധന വെളിപ്പെട്ടാൽ അങ്ങനെയുള്ള വീട്ടുകാർ സഭയെ വന്നാൽ അറിയാം. അവരുടെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം, പാട്ട് കേൾക്കുമ്പോൾ അറിയാം, കയ്യടി കാണുമ്പോൾ അറിയാം, അവരിയ്ക്കുന്നതും വരുന്നതൊക്കെ കാണുമ്പോൾ അറിയാം ഇത് അവൻ സ്തോത്ര ഹോമയാഗത്തിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആടായി വിവരിക്കുന്നില്ല ദൈവത്തിന്റെ മഹത്വം. പാട്ടുപാടി ആരാധിച്ച് ബലപ്പെട്ട് വന്നത് വെള്ളമില്ലാത്ത സ്ഥലത്താണ് 3 ദിവസം. 3-ാമത്തെ ദിവസം 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അതിനുശേഷം ഇവര് മാറയിലെത്തി. മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, കയ്പാൻ. സ്തോത്രം. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു പ്രധാന കാര്യമായി കണ്ണികത്ത് കൊടുത്തിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ ദിശ. കാരണം കുഞ്ഞാട് നേരത്ത് ചോരത്തളി രക്ഷ, ചെങ്കടൽ കടന്നു സ്നാനം, അവ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരാധന, തപ്പെടുത്ത് നൃത്തം ചെയ്തു. എൻ്റെ ഓർഡർ അങ്ങനെ: രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ വന്നത് വെള്ളമില്ലാത്ത സ്ഥലത്താണ്. ബുദ്ധിമുട്ടൊക്കെ വരും. ആരാധിക്കുമ്പം വിടുതല, ആരാധിക്കുമ്പം പൂർണ്ണ വിടുതലാണെന്നും പറഞ്ഞ് ഇളകരുത്. വിടുതലില്ലെന്ന് ഞാൻ പറയുന്നുമില്ല. വിടുതലിന് വേണ്ടി അല്ല ആരാധിക്കുന്നത്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന കുഞ്ഞാലെ, നീ യോഗ്യൻ, നീ മാത്രമായി യോഗ്യൻ. കാരണം നീ ഞങ്ങളെ വീണ്ടെടുത്തു, നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി, നീ അറക്കപ്പെട്ടു. അവൻ സ്തോത്രം. നീ സ്തുതികൾക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും നീ യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുവേല വന്ദനം മണ്ണിലെ മനുജാതിക്കായി വന്നത ഉന്നതാധിപാ മനുവേല വന്ദനം. കുപ്പയിൽ നിന്നു ഉയർത്തി കുപ്പയിൽ നിന്നു ഉയർത്തി ഒപ്പവിരുത്തിയതെന്നെയും അത്ഭുതം വരാ നരകൊപ്പവിരുത്തിയതെന്നെയും അത്ഭുതം വരാ മനുവേല വന്ദനം. അപ്പോൾ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, ആരാധിച്ച് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു വന്നവര് വെള്ളമില്ലാത്ത സ്ഥലത്താണ്. അതിനുശേഷം വന്നത് മാറ, കൈപ്പ. സ്തോത്രം. ആരാധനയുടെ മാധുര്യവും രുചി, എന്റെ ഭാഷ രസമൊക്കെ
അതിൽ തന്നെ രസിക്കണമെന്നൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അനുഭവിച്ചവര് ഇപ്പം വന്നിരിക്കുന്നത് മാറായി. ക്രിസ്തീയ ജീവിതത്തിന്റെ പടികൾ ഇങ്ങനെയാണ്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി പോകുന്നവർ ഇതിനകത്ത് പോകും. ഇതിനകത്ത് മിക്കവരും ഉണ്ട്. പക്ഷെ ഓടിച്ചു പോകാം, നിരാശപ്പെടരുത്. നമ്മുടെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു നല്ല വൃക്ഷമുണ്ട്. ആ മാറയുടെ മധ്യത്തിൽ വളരെ ഭാരപ്പെട്ട് നിലവിളിച്ച് ചിലര് പിറുപിറുത്തു. പ്രശ്നമായപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചെന്ന്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ആ വൃക്ഷം ഈ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ള വെള്ളമായി. നമ്മുടെ മാറയെ മധുരിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി പല വിഷയത്തിൽ കൈപോടെ മനോവേദനയോടെ ദുഃഖത്തോടിരിക്കുന്നവർ ഇതിനകത്ത് കാണും. നിങ്ങളുടെ മാറയെ മധുരിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വൃക്ഷം വെട്ടിയെന്നോ കമ്പ് വെട്ടിയെന്നോ ഒന്നും എഴുതിയിട്ടില്ല. വൃക്ഷം വെള്ളത്തിലിട്ടെന്നേ ഉള്ളൂ. പിന്നെ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഞാനും എല്ലാവരും പറയുന്നത് വെട്ടിയിട്ടെന്ന. പുറപ്പാടിൽ വെട്ടിയതൊന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ഒന്ന് വായിച്ചു. ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു, വെള്ളത്തിലിട്ടെന്നേ ഉള്ളൂ. വെട്ടിയൊന്നും മുറിച്ചൊന്നും ഒന്നുമില്ല. അതൊക്കെ നമ്മള് ഒരു ശൈലി പറയാനാണ്. ഞങ്ങനെ പറഞ്ഞത് കൊണ്ട് മഹാപാപം ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പറയുന്നത് കമ്പ് വെട്ടിയിട്ടെന്ന. ആയിക്കോട്ടെ. എന്തായാലും ഈ വൃക്ഷം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷമാണ്. കർത്താവ് വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ വൃക്ഷം. ദൈവത്തിന്റെ മഹത്വം. ആ നല്ല വൃക്ഷമാകുന്ന ക്രിസ്തുയേശുവിനെ ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ മാറ മധുരിച്ചു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചങ്ങ് പറയട്ടെ, ആ വൃക്ഷം വെട്ടി, അല്ലെങ്കിൽ ഇതിന്റെ കമ്പ് അല്ലെ കൊമ്പ് വെട്ടി ഈ മാറയിലിട്ടപ്പോൾ വേറെ പഠിതാക്കൾ പറയുന്നത് വൃക്ഷത്തിന്റെ കറ മാറയിലേക്ക് ലയിച്ചു. ആ മാറ മധുരമായി തീർന്നു എന്ന് പറഞ്ഞാൽ 33 തിരുവയസ്സിൽ നല്ല വൃക്ഷമാകുന്ന ക്രിസ്തുയേശുവിനെ വെട്ടിയിട്ടു. ആദ്യത്തെ വെട്ട് ഗതസമനെ വെച്ചാണ് നടന്നത്. അവിടെ മുതൽ വെട്ടി. എന്റെ ഭാഷ പറഞ്ഞ വന്നവനെല്ലാം കയറി വെട്ടുക. അന്നാസും കയ്യപ്പാവും പീലാത്തോസും ഹെരോദാവും സന്നിധി സംഘങ്ങളും എന്ന് വേണ്ട സകല ആൾക്കാർ, റോമൻ പടയാളികൾ അടക്കം വന്നവരെല്ലാം വെട്ടി 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 ഒടുവിൽ കാൽവരിയുടെ ആമൻ സ്തോത്രം ആ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാനുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടെന്ന മുൾക്കിരീടധാരിയായി, മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണു മൂടിക്കെട്ടി കണ്ണെ തടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റവനായി, മുതല ഉടവുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, രക്തം ധാരധാരിയായിട്ട് ഒടുവിൽ ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. മരിച്ചെന്ന് ഉറപ്പുവരുത്തുമെന്ന് ഒടുവിലത്ത് ആമൻ സ്തോത്രം അതേ പ്രചോദമായിട്ട് കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ യേശുവിനെ അവൻ വെട്ടി അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം ദൈവ പൈതലെ നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ളതായി തീർന്നു. ഇന്ന് രാത്രി കൈപ്പോടെ മനോഭാരത്തോട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ രക്തത്തിന് ശക്തി കൊണ്ട്. ഈ രക്തം നിന്നെ സൗഖ്യമാക്കുന്ന രക്തം, ഈ രക്തം രോഗശാന്തി തരുന്ന രക്തം, ഈ രക്തം പാപം മോചിക്കുന്ന രക്തം, ഈ രക്തം നിനക്ക് സമാധാനം തരുന്ന രക്തം, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം, അവിടുത്തെ പുണ്യാക രക്തം, നിർമ്മല രക്തം, പരിശുദ്ധ രക്തം, ആവേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, ആട്ടുകൊറ്റന്മാരുടെ ഞാളക്കിടാത്തിന്റെ
ശരീരവും രക്തവും മലിനപ്പെട്ടുമ്പോൾ തെളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ചിന്തയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തയല്ലോ സ്വന്തം രക്തം എനിക്കായി. ചന്തം ചിന്തും ചന്തം ചിന്തും സ്വന്തമായ എല്ലാത്തെയും വേണ്ടി, സ്വന്തമായ എല്ലാത്തെയും വേണ്ടി ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ രക്തം, നിന്റെ പാപത്തെ മോചിക്കുന്ന യേശുവിന്റെ രക്തം, ആണ് ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, നമുക്ക് ജയം തരുന്ന രക്തം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവർ തങ്ങളുടെ സാക്ഷ്യവചനവും കുഞ്ഞാടിന്റെ രക്തവും നിമിത്തം ജയിച്ചെന്നാണ്. യേശുവിന്റെ രക്തം ജയം തരുന്ന രക്തമാണ്. പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷമടിക്കുന്ന പരിഹാരമൊന്നുമല്ല. പരിഹാരം യേശുവിന്റെ രക്തത്തിലുണ്ട്. നമുക്ക് ജയം തരുന്ന നിങ്ങൾ ഈ രക്തത്തിലൊന്ന് ആശ്രയിച്ച്, യേശുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമുക്ക് ജയമാണ്, ജയമാണ്, ജയമാണ്. പരാജയത്തിന്റെ അനുഭവങ്ങളിൽ കൂടി ആരെങ്കിലും പോകുന്നെങ്കിൽ മന്ത്രം പറയാം. മന്ത്രം ഇതാണ്, യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു മന്ത്രം. നമുക്ക് ഈ മന്ത്രം വേണ്ട, അവര് പറയുന്ന മന്ത്രം ഇതിന്റെ ഏറ്റവും വലിയ മന്ത്രം യേശു ക്രിസ്തുവിന്റെ രക്തം. ഇടതടവില്ലാതെ പറയണം, ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, ഇതങ്ങ് പറഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിന്റെ രക്തം ജയം തരും, യേശു ക്രിസ്തുവിന്റെ രക്തം ജയം തരും, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജയം തരും. ഒന്ന് ഉരുവിട്ട് നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ ഉരുവിട്, വീട്ടിലിരിക്കുമ്പോഴേ ഇതൊന്ന് പറഞ്ഞ് നമുക്ക് ജയമുണ്ടെന്ന്. അത് മുമ്പോട്ട് വരാൻ എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. ഈ വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ടു, അല്ലെ ഇതിന്റെ കൊമ്പ് എന്തുവായിക്കോട്ടെ, അതിന്റെ കറ ഈ മാറയിലേക്ക് ലഭിച്ചപ്പോൾ മാറാ മതിരിച്ചു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിക്കും, മധുരമാണ്. എന്നൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും ഇങ്ങനെ കൈക്കോടിരിക്കാൻ ദൈവം
പഴമക്കാർ പറയുന്ന ചൊല്ലൊക്കെ നമുക്കറിയാം. ഒരു താഴ്ചയ്ക്ക് ഒരു പിന്നെ ഉയർച്ച, ഒരിറക്കത്തിനൊരു കയറ്റമുണ്ട്. കല്യാണ സമയത്തും ഉപദേശിമാരെങ്ങനെ ഉടമ്പടി വാചകം ചൊല്ലത്തരുത് എങ്ങനെയാ, എന്തുവാ പറഞ്ഞത്? ഓ, എൻ്റെ ഭാഷയെല്ലാം മറന്നുപോയി. ഉറക്കെ പറഞ്ഞു. അമ്മാവെല്ലാം മറന്നു പോകണം. സ്തോത്രം. സുഖത്തിലും പിന്നെ സന്തോഷത്തിലും ഉടുപ്പിക്കണം. അത് അത്യാവശ്യമാണ്. ഉടുകാറൊന്നും നടക്കാനൊക്കെയല്ല. സ്തോത്രം. താഴ്ചയിലും ഉയർച്ചയിലും, സന്താപത്തിലും സന്തോഷത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, അങ്ങനെ അപ്പൊ ഉയർച്ചയും താഴ്ചയുണ്ട് ഈ ജീവിതം. സ്തോത്രം. എന്നൊക്കൊന്നും കഴിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഈ മാറകയുടെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇവിടെ വന്നെങ്കിൽ നിന്നോട് വചനത്തിലൂടെ ദൂത് പറയുക, എന്നും കൊന്നും ഇങ്ങനെ കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മാറയെ അവൻ മധുര്യമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം മധുരിപ്പിക്കും. പുന്നവേലി വെച്ച് കഴിച്ച ആളിനെ പാലക്കാട്ട് കൊണ്ടുപോയല്ല മധുരിപ്പിക്കുന്നത്, പുന്നവേലി വെച്ച് തന്നെ മധുരിപ്പിക്കും. സ്തോത്രം. ഇവിടെ വെച്ച് തന്നെ മധുരിപ്പിക്കും. എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. ഏത് വിഷയത്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. നീ എന്തിൽ കഴിച്ചോ അതിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. ഒന്നുകൂടെ കടത്തി പറയാം, നിന്നെ ആരൊക്കെ കഴിപ്പിച്ചോ അവരിൽ കൂടി തന്നെ ദൈവം നിന്നെ മധുരിപ്പിക്കും. ഞാൻ ശാന്തമായിട്ടാ പറയുന്നെങ്കിലും ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പറയാം. സ്തോത്രം. സ്തോത്രം. ലൈവ് ഉള്ളത് കൊണ്ട് എല്ലാം പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. കഴിപ്പിച്ചവരെ കൂടി തന്നെ ദൈവം നിന്നെ മധുരിപ്പിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള പ്രാർത്ഥന. മുട്ടയിലിരുന്നേക്കണം. ഒന്നിനും മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കുണ്ടാക്കാൻ പോകരുത്, അഭിപ്രായം പറയാൻ പോകരുത്. ഇൻ്റർവ്യൂവിന് ആരെങ്കിലും വന്നാൽ സോട്ടും കൂട്ടുകൊണ്ടോണ്ട് ഇരിക്കരുത്. വലിയ ഇൻ്റർവ്യൂ എടുക്കുന്നത് അഭിമുഖമല്ലേ, ഇൻ്റർവ്യൂ അല്ലേ. എത്ര നാളായി ഈ ശുശ്രൂഷയിലാണ് ഒന്നും പുള്ളിക്കായെല്ലാം ഞാൻ ചുമ്മാ വട്ട് പിടിച്ചതൊന്നും കണ്ടില്ല. ഇവിടെ നല്ലൊരു വോട്ട് വരും കൈവിട്ടുകൊണ്ടാണ് എളിഞ്ഞിരിക്കുക. ഒന്നിനും പോകരുത്, അനങ്ങാൻ പോകരുത്, ആരും അറിയാതെ മുട്ടയിലിരിക്കണം. ഞാൻ എൻ്റെ അനുഭവമായി പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും യോജിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇന്ന് ഞാനൊരു ഇടാൻ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ അവൻ അല്ല പോത്ത് നിൽക്കുമ്പോൾ അവൻ ഉണ്ടാക്കുന്നു മേടിച്ച് കെട്ടാൻ പറഞ്ഞു. ഞാൻ അവനോട് ഇന്നും പറഞ്ഞു, നീ മേടിച്ചു കെട്ട്, ഇന്നിനും പോകരുത്, മുട്ടയിലിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പം നിന്നെ ആരൊക്കെ കഴിപ്പിച്ചോ അവരെ കൂടി ദൈവം മധുരിപ്പിക്കും. ലൈവ് നിർത്താത്ത ഒരു കാര്യം പറയാം. അനുഭവത്തിൽ നാമല്ല പറയുന്നത്. ലൈവ്
ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളുകയായിരുന്നു. ഇവിടെ ഈ ശൗല് യൗവന്റെ അടുക്കം പോയി തിരിച്ചു വന്നപ്പോ ശൗലിന്റെ ഉപ്പാപ്പൻ ചോദിച്ചു, ഇന്നലെ എവിടെ ആയിരുന്നു? ശൗല് പറഞ്ഞു, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതോ അവിടെ ശൗലിന്റെ വീട്ടിലാണ്. ദൂതൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ. അപ്പം ശൗല് പറഞ്ഞു, എന്താ വെച്ചാ കഴുതയെ പറ്റി തിട്ടമായിട്ടാണ് പറഞ്ഞല്ല, പച്ചിലയും കത്തറിയും പോലെ. ഉടനെ ഉപ്പാപ്പൻ ചോദിച്ചു, എന്നാൽ പിന്നെ ശൗമേല് നിന്നോട് പറഞ്ഞതല്ല എന്നോടും കൂടെ അവിടെ ആയിരുന്നത്. രാജത്വം സംബന്ധിച്ച് ശൗമേല് പറഞ്ഞത് ശൗൽ ചിറ്റപ്പനെ അറിയിട്ടില്ല. ചിറ്റപ്പനാണെങ്കിലും തോർപ്പുട കൊടുത്തു. ഉപ്പാപ്പനാ ഇതുപോലെ നാശക്കൊള്ളി. എന്റെ അമ്മാച്ചന അയ്യോ രക്ഷവ സ്തോത്രം. ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. ഏത് ഫാമിലി? ഞങ്ങൾ കോളാവോട്ടെ അല്ലെങ്കിൽ ഓമണ്ണി. ഈ ഏരിയയിലെ രണ്ടെണ്ണം ഇരിക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ പിടിവീട്ടില്ലേ പിന്നെ സ്തോത്രം. കുടുംബമൊക്കെ നല്ലതാണ്, പക്ഷെ ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ ഞങ്ങൾ വളാലില്ലേ, നല്ല കാര്യം. ആക്ഷേപിച്ച് പറഞ്ഞതല്ല, ഇവിടെ ആരും വിശ്വസ്തരല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ആരുമില്ലാത്തപ്പോൾ നിന്റെ കർത്താവിനോടെല്ലാം തുറന്ന് പറയാം, എല്ലാം തുറന്ന് പറയാം. എനിക്ക് പാടാൻ വയ്യ. ഈ ആശാരിയുടെ മണിക്കൂറ്റവും തടിയുടെ വളവും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിന്റെ അപാകതയുണ്ട്, തൊണ്ടയ്ക്കും ഉണ്ട്. എങ്കിലും ഒരു വരി റോയിലൊക്കെ നന്നായിട്ട് പാടുമെന്നറിയാം. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു മുഴുവൻ കാര്യവും നിന്റെ കർത്താവിനോട് പറയാം. പക്ഷെ ഇവിടെ ആരോടും എല്ലാ കാര്യവും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആയുധം പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ ആയുധം പോലെ പ്രാർത്ഥനാ മുറിക്കാം. അതിനകത്തങ്ങ് കയറണം. ഞാൻ ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആരെയും കേൾപ്പിക്കുകയല്ല. അത് കേട്ടാൽ ഇവൻ അടുത്തടുത്ത് കൊണ്ട് വീട്ടിൽ പോലും ആരെയും കേൾപ്പിക്കുകയല്ല. സ്ത്രീകളല്ലേ, ബലഹീന മാത്രമാണ്. ചിലപ്പോൾ അവരുടെ പറ്റുമാനക്കാരോട് പറയും, സിസ്റ്ററെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, സിസ്റ്റോണായതുകൊണ്ട് ഞാനിങ്ങനെ ഉള്ള സിസ്റ്ററുടെ കൊടുക്കുന്നതും കണ്ടെത്തി കൊടുക്കുന്നത് ഒരുപോലെ കണ്ടെത്തുന്ന മനസ്സിലായതുകൊണ്ടാണ്. ഒരുത്തരോടും പറയരുത്. നിന്റെ വിഷയങ്ങളെല്ലാം ദൈവത്തോട് പറയണം. മുന്നോട്ട് പോകാം. അവൻ ഒന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ മതിരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെങ്കിലും നിന്നെ കഴിപ്പിച്ചോ അവനെ കൂടി ദൈവം മതിരിപ്പിക്കും. ഞാനെപ്പോഴും പറയും, ഈ ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് അപ്പച്ചനോട് പറഞ്ഞ, അച്ചായ യോസേഫ് ചത്തുപോയത്. ദൂബേന്, ഷിമയോന്, ലേവി, യഹൂദ
മത്തായി, ആശേർ, സെബുലു എല്ലാം മിടുക്കന്മാരാ. അയ്യോ എന്നാ ടൈപ്പ് സാധനമാണെന്നറിയാവോ? ഉപവാസപ്രാർത്ഥന ആയതുകൊണ്ട് ഇങ്ങനെ മമ്മിയിരിക്കുന്നേ. അയ്യോ രൂപൻ വെള്ളം പോലെ തുളുമ്പുന്നവനാ. ഇവനെ വിശ്വസിക്കാൻ ഒക്കുകയല്ല. ഇവൻ എങ്ങോട്ട് വേണേലും മറിയുന്നവനാണ്. ശിമയോൻ അവൻ വടിവാളെടുത്തവനാണ്. ലേവിയെ കൂടെ കൂട്ടുപിടിച്ചു. അപ്പൻ്റെ അനുവാദം ചോദിക്കാതെ വേദനപ്പെട്ടിരുന്നവനെ എല്ലാം വെട്ടി കൊന്നതിലെ നേതാവാൻ ശിമയോൻ. ലേവി യഹൂദ അവനെ സിംഹമാണ്, കാടിച്ചിട്ട് കയറി പിടിക്കും. എല്ലാം ഒന്നും കൊന്നത്. യവന്മാരെല്ലാം കൂടെ വന്ന് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച യോസേഫ് ചത്തുപോയത്. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, അവനങ്ങനെ ചാകാൻ സാധ്യത ഇല്ലല്ലോ, അവനെ ദൈവം കൊടുത്ത ദർശനമൊന്നും നിറവേറിയിട്ടില്ലല്ലോ. ആ ദർശനം ചാതി കൊടുത്തതായിരിക്കും, ആള് തട്ടിപ്പോയി. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, അവനങ്ങനെ ചാകാൻ സാധ്യതയില്ല. അപ്പച്ചൻ ചത്തപ്പച്ച കണ്ട അവൻ്റെ ഫോട്ടോ ഞാൻ. അപ്പച്ചൻ നോക്കിയപ്പോൾ തീർന്നു. ഉടനെ അപ്പച്ചൻ ചോദിച്ചു, തെളിവ് വേണ്ട, തുണി അപ്പച്ചൻ കൊടുത്തതല്ലേ ഈ അങ്കി? അതെ. നോക്കിയപ്പോൾ അപ്പം കൊടുത്ത അങ്കിയ രക്തവും അതിനകത്തുണ്ട്, രക്തമുണ്ട്. ഒരുമാതിരിപ്പെട്ട അപ്പന്മാരെല്ലാം ഇത് കണ്ട് വിശ്വസിക്കും. കാരണം പ്രധാന തെളിവാണ് ഇല്ലേ? ഇത്രയും മതി, ഇത്രയും മതി, നമുക്ക് ഇത്രയും പോലും വേണ്ട, ഇത്രയും പോലും നമുക്ക് അങ്കി പോലും വേണ്ട, അങ്കിയുടെ ഒരു തരി കിട്ടിയാൽ മതി. സ്തോത്രം. ഒരുമാതിരിപ്പെട്ട അപ്പന്മാരെല്ലാം വിശ്വസിക്കും. യാക്കോബും വിശ്വസിച്ചു. യാക്കോബിന് കരഞ്ഞു. എന്തിനേറെ വർഷങ്ങൾ കഴിഞ്ഞ് ചേട്ടന്മാരെല്ലാം യോസേഫിനെ കണ്ടു. ഇടയ്ക്കത്ത് ഞാൻ പറയുന്നില്ല, തന്നെത്താൻ കെട്ടിപ്പിടിച്ച് മുത്തം വിട്ട് പൊട്ടിക്കരഞ്ഞ് യോസേഫ് പറഞ്ഞു, നിങ്ങൾ ചത്തുപോയെന്ന് പറഞ്ഞ യോസേഫാണ്. അയ്യോ അകവാള് വെട്ടിയെങ്കിൽ ഇവന്മാർ വലിയ ഭയങ്കരന്മാരാ, ഇങ്ങനെ മുഖത്തൊന്നും പ്രകടിപ്പിച്ചില്ല. അപ്പോൾ യോസേഫ് ചോദിച്ചു, അപ്പച്ചനുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവന്മാർ കാശിന് അപ്പനെയും കൂടെ വിൽക്കുന്നവന്മാരാണ്. അപ്പനാണെന്നും എത്രയോ അപ്പനെ എത്രയോ അമ്മയെ കൊണ്ട് ആശ്വാസഭവനെ കൊണ്ടിട്ടായിരുന്നു. സ്വന്തം തന്തയും സ്വന്തം തള്ളയും സ്വന്തം പെങ്ങളെ കാശ്, സഹോദരങ്ങളുടെ വസ്തുവൊക്കെ അപകരിച്ച് വക്രിച്ചെടുത്തേച്ച് ആർക്കും വേണ്ട ഉപേക്ഷിച്ച് എത്ര കേസ് ഞാൻ തരാം. പെന്തിക്കോസുകാരുടെ കാര്യമില്ല, മറുഭാഷ പറയുന്ന പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറയുന്നത്. ഉണ്ടെന്നില്ല. ഞാൻ പറയണോ? പേര് പറയണോ? ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം പറഞ്ഞു വരുമ്പോൾ ചെറിയ ബന്ധം. അതുകൊണ്ടാണ് ഉപവാസത്തിന് ഭംഗമൊന്നുമില്ല. പ്രാർത്ഥന, ആരാധന, പരസ്യയോഗം, പ്രവർത്തനം, ഹൗസ് വിസിറ്റിങ്, പൈനിയർ വർക്ക്, മിഷൻ സ്റ്റേഷൻ. അതെ, ദൈവത്തിന് മഹത്വം. കാശിന് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടാണ് അപ്പച്ചൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ഒരു അനിയനുണ്ട്, ബെന്യാമീൻ. ഉണ്ടോ? യോസേഫ് ഒരു രഥം അയച്ചു അപ്പച്ചനെ കൊണ്ടുവരാൻ. ഈ ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് വർഷങ്ങൾക്ക് ശേഷം അപ്പച്ചനോട് പറയാ, അപ്പച്ച യോസേഫ് ജീവിച്ചിരിക്കുന്നു. കയ്പിച്ചവരെ കൊണ്ട് തന്നെ ദൈവം അവതരിപ്പിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കടിച്ചവൻ തന്നെ വിഷം എടുക്കട്ടെന്ന്. എടുപ്പിക്കുക, ദൈവം എടുപ്പിക്കുക. നീ പ്രാർത്ഥിച്ചാ മതി, ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. ഹല്ലേലൂയ. മുട്ടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അഭിപ്രായമൊന്നും പറയാൻ പോകരുത്, ഒന്നും വിട്ടരുത്. ഇവിടെ ദൈവം തമ്പുരാനെ തിരിച്ചു കൊണ്ടുവരുവന്ന്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം. ഈ ചേട്ടന്മാര് വന്ന് പറയാം, അപ്പച്ച യോസേഫ് ജീവിച്ചിരിക്കുന്നതാണ്. ഉടനെ അപ്പച്ച പറഞ്ഞു, നിങ്ങളല്ലയോടാ പണ്ട് പറഞ്ഞ് അവൻ ചത്തുപോയെന്ന്. ആ ഞങ്ങളാ പറഞ്ഞു, ഞങ്ങളാ ഇപ്പൊ പറയുന്നത് ജീവിക്കുന്നത്.
ഉടനെ അപ്പൻ ചോദിച്ചു, പണ്ട് ചത്തെന്ന് പറഞ്ഞ് നിങ്ങൾ തെളിവ് തന്നായിരുന്നില്ല തുണി, ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടോടാ വല്ലോ? ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ഈ തെളിവൊന്നുമില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങോട്ട് വരാം, പിടിച്ച് മുറ്റത്തോട്ടിറക്കി. എൻ്റെ ഭാവനയാണ്. മുറ്റത്തോട്ടിറക്കി പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാം. നോക്കിയപ്പം ഒരു കൊടിക്കൂറ പാറി പറക്കുന്നു. നോക്കിയപ്പോ സൂക്ഷിച്ച രഥം വരിക, മിസ്രൈമിലെ എമ്പളമുള്ളൊരു കൊടി പാറി പറന്ന് വരിക. കുതിരയാണെങ്കിൽ മിസ്രൈമിലെ കുതിര. ആ രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. സാധാരണ വ്യാഖ്യാനിക്കുന്നത് മറ്റൊന്നുമല്ല, ആ രഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നാണ്. ദൈവത്തിന് മഹത്വം. അവൻ പ്രായമുള്ള അപ്പനാണെങ്കിൽ രഥം കണ്ടപ്പോൾ അപ്പന് ചൈതന്യമുണ്ടായി. അവൻ നീ എത്ര ക്ഷീണിതനും രോഗിയും ബലഹീനനുമാണെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന രഥത്തെ കാണുമ്പോൾ നിന്റെ ക്ഷീണമെല്ലാം മറന്ന്, തളർച്ചയെല്ലാം മറന്ന് സടകുടം എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. യോസേഫ് രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. ചൈതന്യം വരുത്തുന്നതായി. അവൻ ചത്തുപോയെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു ജീവിച്ചിരിക്കണം. ഇതൊക്കെ ദൈവം ചെയ്യും. ഞാന് ഒത്തിരി കാര്യം ജീവിതത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇന്ന് ഞാനങ്ങ് അടങ്ങുക. നോക്കട്ടെ, വരുന്ന ദിവസങ്ങളിലൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ, നടത്തി പോണ്ടെങ്കിൽ, നിയോഗം ഉണ്ടെങ്കിൽ, സന്ദർഭം വന്നാൽ, ദൈവഗീതമാണെങ്കിൽ നോക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റും. ദൈവത്തിന് മഹത്വം. ഇമാരെല്ലാം കൂടെ പറഞ്ഞ ചത്തെന്ന് പറഞ്ഞ് ഇമാര് ഫോട്ടോ ഇട്ടു. നിര്യാതനായി. ഒരുത്തം പറഞ്ഞു ശോഭിത തുറമുഖത്തിനെയും കാണാം. ഒരുത്തം പറഞ്ഞു ഉഷസിൻ പൊൻപുലിരിയിൽ നമ്മുടെ സഹോദരൻ യോസേഫിനെ നമുക്ക്. ഒരുത്തം പറഞ്ഞു സ്തോത്രം, കർത്താവിൻ്റെ ദാസൻ വെലൂല തീരത്ത് അണഞ്ഞിരിക്കുന്നു. സ്തോത്രം. പിന്നെ പാട്ടുകാർ വന്ന് പാട്ടുമൊക്കെ പാടും. ഇപ്പോഴത്തെ അങ്ങനെ പാട്ടുണ്ടല്ലോ. ഏത് പാട്ടായിട്ട് പാടും? ഇപ്പം മരണവീട്ടിലൊക്കെ പാടുന്ന പാട്ടുണ്ട്. ഒന്ന് പോകുന്നു, അത് പുള്ളിയുടേതാണ്. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, ഇപ്പം എല്ലാം പാടുന്നുണ്ടല്ലോ. മറുകരയിൽ നാം കണ്ടിടും യോസേഫിനെ. യോസേഫ് എന്നേരം അവിടെ പരസ്യവും നടത്തുക. മിസ്രൈമിൽ അമ്മമാരുണ്ടെന്ന് പാടുക. മറുകരയിൽ നാം കണ്ടിടും യോസേഫ്. എന്നെ തന്നെ അന്തം വിടുക. ഇന്നലെ സക്കീർ ഹുസൈൻ മരിച്ചെന്ന് പറഞ്ഞ് ആദ്യം വാർത്ത വന്നു. പിന്നെ 7 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളിയുടെ മരണം സ്ഥിരീകരിച്ചു. എന്നാലും ഇവിടെ അഭിപ്രായവും അനുശോചനവും അല്ലേ? ബഹളോ എല്ലാം ഇങ്ങനെ കുന്തമായിട്ടിരിക്കുക. എന്തേലും കിട്ടാൻ ഉടനെ തന്നെ അങ്ങയുടെ ജീവൻ പോകില്ല. അതിനു മുന്നേ അല്ല, ഈ മാധ്യമമാണല്ലോ കൊല്ലുന്നത് ജീവിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. ഇവരെല്ലാം കൂടെ പറഞ്ഞു യോസേഫ് ചാത്തന്ന്. അവരെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു ജീവിച്ചിരിക്കുന്നത്. നിന്നെ വേദനിപ്പിച്ചവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിക്കും. നിന്നെ ഉപദ്രവിച്ചവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിക്കും. നിന്നെ കൈപ്പിച്ചവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ മുഴങ്കാലിൽ ഇരുന്നാൽ മതി. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നിങ്ങൾ സഹോദരന്മാരും ഉണ്ടല്ലോ. ഒരിക്കലും നൊവോമി പറഞ്ഞു, എന്നെ നൊവോമി എന്നൊന്നും വിളിക്കണ്ട. പിന്നെ എന്നെ വിളിക്കണം. അപ്പോൾ ചോദിച്ചു, അതിന് അമ്മാമ്മ ഇപ്പം ഇങ്ങനൊരു പേര് മാറ്റം. അമ്മാമ്മ വീണ്ടും സ്നാനപ്പെട്ടു. സാധാരണ സ്നാനപ്പെടുമ്പോഴാണല്ലോ പേരൊക്കെ. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ആര് വന്നാലും ഉടനെ പേര് മാറ്റും. പോൾ സുരേന്ദ്രൻ. എല്ലാത്തിനകത്തും പോൾ രാജേന്ദ്രൻ, പോൾ സുരേന്ദ്രൻ, പോൾ, പിന്നെ പോൾ. ഞാൻ സ്നാനപ്പെടാൻ പറഞ്ഞു പേര്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് മാറ്റുന്നതെന്ന് പറഞ്ഞു. പേരല്ല മാറണ്ട, ഞാനങ്ങ് മാറണം. പേര് മാറ്റിയിട്ട് സ്വഭാവത്തിന് യാതൊരു
കൃപയെന്നാ പേര്. കൈയടിക്കത്തില്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, പേരല്ല ഭയങ്കര കൃപയാ. പിന്നെ സവായത്തിന് പോലും വരികയല്ല, പേരല്ല കൃപ. ഗ്രേസി ആൻഡ് ഇന്ന് വരെ ഒരു നേരം ഉപവസിച്ചിട്ടില്ല, പേരന് മനസ്സിലാകുന്നില്ലേ? അത് സ്തോത്രം. ഇവിടെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് നൊവോമി എന്ന് വിളിക്കണം. നൊവോമി എന്ന വാക്കിന്റെ ഒരർത്ഥം ഇമ്പം. ഇമ്പം. ഇവിടെ പറഞ്ഞ ഇമ്പം എന്ന് നീ വിളിക്കണ്ട, പിന്നെ എന്നാ വിളിക്കണം? മാറ, കയ്പ്. അവർ ചോദിച്ചു അമ്മ ഇപ്പൊ അങ്ങനെ. ഉടനെ അവള് പറഞ്ഞൊരു പദമുണ്ട്. എന്തുവാ പറഞ്ഞേ? ഉറക്ക വായിച്ചു, തന്നെ വായിച്ചോണ്ടിരിക്കുകയാണ്. ഉറക്ക വായിക്കുക. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത്. അതാ പറഞ്ഞേ, ഏറ്റവും കയ്പ്. ഏറ്റവും കയ്പെന്ന് അവിടെ ആക്കം കൊടുത്തത് ആമ്പിള്ളേര് 2 എണ്ണം മരിച്ചു, ഭർത്താവും മരിച്ചു. മഹ്ലോനും ഗിബിയോനും തന്റെ ഭർത്താവ് എലീമേലേക്കും മരിച്ചു. അതാ ഏറ്റവും കയ്പ്. ചെല്ലു പറയുന്നത് ഈ ഭർത്താവ് മരിച്ചത് അത്രയും സങ്കടമില്ല, ആമ്പിള്ളേര് പോയതാ. പറ അല്ല, ഭർത്താവ് എല്ലാവർക്കും കാര്യമല്ലെങ്കിലും ഒരു പ്രായമായി കഴിയുമ്പം പുള്ളി പോകുന്നതാ നല്ലതെന്ന് ചിന്തിക്കാതിരിക്കുന്ന ആൾക്കാരും എന്നോട് പറഞ്ഞില്ല, മാസ്റ്റർ ദൈവഗതത്തിനായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ചാകാൻ പ്രാർത്ഥിക്കാനായി പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ. അച്ഛായന് അധികം കഷ്ടപ്പെടാതെ. ഒരാളിനോട് പറഞ്ഞു പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്യും? ഞാനൊരു താഴത്ത് വേണം പറ്റുമ്പോൾ വരുമെന്ന്. പുള്ളി കൈനറ്റിക്ക് പച്ചക്കറി മേടിച്ചോണ്ട് വരും. അതിന് ചന്തയിൽ പോയി കൈനറ്റിക്ക് കൊണ്ടാക്കി പച്ചക്കറി മേടിച്ചോണ്ട് വരുന്ന പുള്ളിയെ പറ്റി എന്നോട് പറഞ്ഞതാ അധികം കഷ്ടപ്പെടാതെ. ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞെന്ന്. അവിടെ വലിയ ആരോഗ്യം ഉണ്ടാകും. ആ മനുഷ്യൻ പിന്നെ 10-20 കൊല്ലം കഴിഞ്ഞാൽ മരിച്ചു. പയറുപോലെ നടക്കുന്ന അങ്ങേരെ പറ്റിയാ പറഞ്ഞേ അധികം. അല്ല, ഒരു പ്രായമാകുമ്പോ അങ്ങനെയൊക്കെ തോന്നും ചിലർക്ക്, എല്ലാവർക്കും അല്ല തോന്നും. അല്ല, മറുവശം അധികമാരെയും കഷ്ടപ്പെടുത്താതെ പോകുന്നതാ കുറച്ചുകൂടെ നല്ലത്. അറിയത്തില്ല, അവിടുത്തെ ഹിതമെല്ലാം അറിയത്തില്ലെങ്കിലും ആഗ്രഹം പറഞ്ഞതാണ്. സ്തോത്രം. അപ്പൊ ഈ ഭർത്താവ് പോയത് അത്രയും മനോവേദന വന്നില്ല, പക്ഷെ ആമ്പിള്ളേര് പോയത് പിടിച്ചു കുലുക്കി. അതാ പറഞ്ഞ സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത്. കുടുംബം തീർന്നില്ലേ? ഇത് ദൈവത്തിന് പഴി വെക്കുക. ഇവിടെ അല്ലെ എലീമേലേക്കും ഭാര്യയും പിള്ളേരും കൂടെ ബേത്ലെഹേം വിട്ട് മോവാബിൽ പോയി സ്വത്തുമൊക്കെ സമ്പാദിച്ചു. കൂട്ടായ്മ ആരാധനയില്ലെങ്കിലും ബിസിനസ് നന്നായിട്ട് നടന്നു. മഹ്ലോൻ ഗിബിയോൻ, ഒരുത്തന്റെ പേരിന്റെ അർത്ഥം രോഗി, മറ്റവന്റെ പേരിന്റെ അർത്ഥം ബലഹീനൻ. ഒരുത്തൻ ബലഹീനനും ഒരുത്തൻ രോഗി. ചന്തടം കൂട്ടായ്മയില്ലാത്ത പോലെ എങ്ങനെയുണ്ട്? മോവാബിലെ 2 പട്ടണം, ആർപ്പട്ടണം, കീർപ്പട്ടണം. ആർപ്പട്ടണത്തിന്റെയും കീർപ്പട്ടണത്തിന്റെ ഇടയ്ക്ക് വാർത്തന്ന ബേത്ലെഹേമിൽ നിന്നാ പോകുന്നത്. അപ്പത്തിന്റെ പട്ടണം ബേത്ലെഹേം. അവിടുന്ന് വന്ന് കൂട്ടായ്മ ആരാധനയൊന്നുമില്ല, പക്ഷെ കണ്ടവും കൃഷിയും ബിസിനസ്സും ഒക്കെ നന്നാക്കും. ഒരുത്തൻ രോഗി, ഒരുത്തൻ ബലഹീനൻ. 2 തീർന്നു. അച്ചായനും തീർന്നു. കുഴപ്പമില്ല, ഉറങ്ങിയിരുന്നവരൊന്നും എഴുന്നേക്കുന്ന അത് എല്ലാം നിർബന്ധിതമാണ്. പിന്നെ അങ്ങനെ ഒരു ലോറി എന്ന് പറയുമല്ലോ ഇത്ര നേരം. അപ്പൊ ശ്രദ്ധിക്കില്ല, ഒരുത്തൻ രോഗി, ഒരുത്തൻ ബലഹീനൻ, 2 മരിച്ചു. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് ദൈവത്തിന്റെ പഴി വെച്ചു. സ്വർഗം അന്നേ തീരുമാനിച്ചു, നിന്റെ മാറയെ ഞാൻ മതിരിപ്പിക്കും. എന്തിനേറെ അമ്മായിയുടെ മരുമകളും കൂടെ ബേത്ലെഹേമിലോട്ട് പോകുന്നു. മോവാബിൽ നിന്ന് 2 പേര്. ഇവർ 2 പേരും ബേത്ലെഹേമിൽ വന്നപ്പം ഞാനിങ്ങനെ സാധാരണ പറയുന്നത്, അന്ന് ബേത്ലെഹേമിൽ സോദരീ സമാജം നടക്കുക. സോദരീ സമാജം
1:19 വായിച്ചേ ഉറക്കെ. സോദരി സമാജം ലേഡീസ് മീറ്റിംഗ്. അങ്ങനെ അവർ രണ്ടുപേർ ഉറക്കെ ബേത്ലഹേം വരെ നടന്നു. അടുത്തത് അവർ ബേത്ലഹേം വരെ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം. അടുത്തത് ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം. അതാ ഞാൻ പറഞ്ഞ സോദരി സമാജമാണ് സ്ത്രീജനം. നമ്മുടെയൊക്കെ മിക്ക സഭകളിലും സോദരി സമാജമൊന്നും അത്ര നല്ല സമാജമൊന്നും മിക്കതും നുണയും കോതിയും പറയുക. എല്ലാവരുടെയും കാര്യമല്ല. ചില യോഗം തുടങ്ങുന്നതിന് മുന്നേ അങ്ങ് പെയ്ത്തോമിലോട്ട് വരും അമ്മാമ്മയോട് വിസ്തരിക്കാൻ. എല്ലാവരുടെയും കാര്യമല്ല, ഇവിടെ പറയുന്നൊന്നും അല്ല പറഞ്ഞത്. പൊതുവിലൊരു തത്വം പറയുക. ചില അമ്മാമ്മമാർക്ക് വല്ലവരുടെയും വീട്ടുചരിത്രവും കുടുംബചരിത്രവും അതും ഇതുമൊക്കെ കേൾക്കുന്നതും വലിയ എന്തേലും വാ തുറന്ന് പറ. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ന്യൂസ് കൊടുക്കാനായിട്ട് ചിലർ നേരത്തെ വരും. യോഗം 10-ആണെങ്കിലും 9 വരും. അപ്പൊ ചില അമ്മാമ്മമാര് പറയും, ആട്ടെ സുസമയം ഉള്ളി ഒന്ന് പൊളിച്ചതാണ്. അമ്മാമ്മയ്ക്ക് ഒരാച്ചു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത്. എന്നെ നോക്ക്, കാണാനൊന്നും വലിയ ചതവില്ലേലും എന്നെ നോക്ക്. സ്തോത്രം. അങ്ങനെ ന്യൂസ് എല്ലാം പറയുകയും സഭാവിശ്വാസികളെ അങ്ങനെയൊക്കെ ന്യൂസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടെന്ന് മാമ അറിഞ്ഞാൽ പിന്നെ അവരടുത്ത് സ്തോത്രം. അമ്മാമ നാളെ എവിടെ അമ്മാമ മീറ്റിംഗ്? എന്തോ സൂത്രത്തിയാന്ന് ഓർത്തോണം. മീറ്റിംഗ് ആണെന്ന് ഇത്ര നേരം പറഞ്ഞു. അവര് കൊന്നോണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ കഴുകണമേ നിന്റെ തങ്ക നിന്നത്താല അടിയാട്ടിയെ. പിന്നെ അല്ല ആട്ടിയ. അവിടെ ഞാൻ അധികമൊന്നും വിവരിക്കുന്നില്ല. സോദരി സമാജത്തിന് ഇപ്പം വിഷയങ്ങളും പറയാനൊക്കത്തില്ല. ആരേലും ഒരു വിഷയം പറഞ്ഞാൽ അത് ഉടനെ തന്നെ ലോകം മുഴുവൻ. അതുകൊണ്ട് തന്നെ സഹോദരിമാർ ഇപ്പോൾ തന്നെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഉടനെ എന്നാ വിഷയം ഉണ്ട്? പ്രാർത്ഥിച്ചിട്ട് ദൈവം അത്ഭുതം ചെയ്യാം. പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിന്റെ മകള് ചിന്നമ്മ പറഞ്ഞ വിഷയത്തിനായി സ്തോത്രം. വിഷയം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, നീ അറിയുന്നതിനായി അത്ര മതി. നീ അറിഞ്ഞാൽ മതി. കാരണം പണ്ട് നിന്നോടൊരു വിഷയം പറഞ്ഞതാ, ഇനി അറിയാൻ ലോകത്തിൽ. അങ്ങനെ അവൾ തീരുമാനിച്ചു, മണ്ണും ഭൂമിയുള്ള കാലത്തോളം ഒരു വിഷയം ഞാനിനി. ചിലർക്ക് വല്ലവരുടെയും വീട്ടിലെ വിഷയം അറിയാൻ ഭയങ്കര വ്യഗ്രതയാ. ഇവരുടെ വീട്ടിലെ വിഷയം ആരോടും. അങ്ങനെ സൂത്രക്കാരുണ്ട്. ഇവരുടെ മോൾ ഇറങ്ങിപ്പോയി, മോന് ഒരുത്തിയെ വിളിച്ചോണ്ട് വന്നു, അവരുടെ അനിയത്തിയുടെ ചേട്ടത്തിയുടെ എല്ലാം കുഴ തെറ്റി കിടക്കുക. എന്നാലും വേറൊരുത്തന്റെ വീട്ടിലൊരു വിഷയം കേട്ടാ ഉടനെ എന്നെ നോക്ക് എന്നെ അത്ര കൊള്ളുകയല്ലേ കാണാൻ. സ്തോത്രം. നമ്മുടെ ഇവിടെ വലിയ തടി കിടക്കുക. നമ്മൾ എന്നിട്ട് നടക്കുക അവന്റെ കരട് എടുക്കാൻ. പൊളിച്ച് കണ്ണു പൊളിച്ചു. വലിയവരുടെ കാര്യം പറയുന്നത് ഉത്സാഹമാണ് ചിലർക്ക്. ചെകഞ്ഞ് അത് അപ്പുറേ കൊടുത്ത് ഇപ്പുറേ കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇതുപോലെ ഒരേന. ഞാനുള്ള കാര്യമായി പറഞ്ഞു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, ദൈവത്തിന് മഹത്വം. സ്ത്രീജനം ലേഡീസ് മീറ്റിംഗ് നടക്കില്ല. എന്നാൽ ആ നവോമിയും രൂത്തും കൂടെ ബേഥലേഹേമിലെത്തി. എന്നാൽ അവര് പറഞ്ഞു, അയ്യോ നവോമിയല്ലേ ഇത്. അപ്പൊ നവോമി പറഞ്ഞു, എന്നെ ഇനി നവോമിയിൽ നിന്നും വിളിക്കണ്ട, സർവശക്തൻ എന്നോട് ഏറ്റവും കൈമാറി. എന്തിനേറെ ദൈവത്തിന് വഴി വെച്ചു. സ്വർഗം വന്നാലേ തീരുമാനിച്ചു, നിന്റെ മാറയെ ഞാൻ മതിരിപ്പിക്കും. എന്തിനേറെ ഭാഗ്യവശാൽ മൂത്ത് ബോവസിന്റെ നല്ല വയലാ. ബോവസിന്റെ വയൽ ഭാഗ്യവശാൽ ബോവസിന്റെ
സമൃദ്ധിയ അനുഗ്രഹിച്ചു സമൃദ്ധിയ അനുഗ്രഹിച്ചു അപ്പൊ ശ്രദ്ധിക്കുക, ഭാഗ്യവശാല ബോവസിന്റെ വയലിൽ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ ചർച്ചിലാക്കുമെന്ന് പറഞ്ഞു. ബോവസ് നല്ല മനുഷ്യനാണ്, അയാൾ ഭയങ്കര സ്വത്തുകാരനാണ്, ഇത് കാശുകാരനാണ്, ധനാഢ്യനാണ്, ഇഷ്ടം പോലെ വയല്, ഇഷ്ടം പോലെ ജോലിക്കാര്, വേലക്കാര്, കൊയ്യാൻ ആളും ഇഷ്ടം പോലെ. പക്ഷെ മുതലാളിയാണെങ്കിലും അയാളുടെ ആ മനസ്സും സ്വഭാവവും വളരെ ശ്രേഷ്ഠമാണ്. അതെ, അത് വലിയ മുതലാളിയില്ല. പക്ഷെ മുതലാളിയാണെങ്കിലും അവര് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ബോവസ് ഇങ്ങോട്ട് വയലിലോട്ട് ബേത്ലഹേമിൽ നിന്ന് വരുന്നെന്ന്. ബോവസ് ബേത്ലഹേമിൽ നിന്ന് വന്നോടനെ കൊയ്ത്തുകാരനെ കണ്ടോടനെ സ്തോത്രം, എന്നോടാ കൊയ്യാത്തത്, നീ വെളിഞ്ഞു നിൽക്കുന്ന കൊയ്യടാ, ഇല്ലേ അവന്റെ മുതുക് തല്ലി ഓടിക്കടാന്നൊന്നുമല്ല പറഞ്ഞത്. ബോസ് വന്ന ഉടനെ അവരെ എന്തുവാ പറഞ്ഞു, വായിച്ചു. അയ്യോ, എന്തോ നല്ല സ്വഭാവമാണ്. അയാൾ മുതലാളിയാ, കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമസ്ഥനാ. ആ കാണുന്ന അവിടുത്തെ വയല് മുഴുവൻ പുള്ളിയുടേതാണ്, ഭയങ്കര ധനാഢ്യനാണ്. പക്ഷെ അയാളുടെ ആ സ്വഭാവ ശ്രേഷ്ഠത ഒന്നുകൂടെ വായിച്ചേ. അല്ലല്ല, അതിന് ആദ്യം മുതൽ വയല് ബേത്ലഹേമിൽ വന്നെന്നുണ്ടല്ലോ. ആ വന്നതല്ല, നല്ലതല്ല, അതുകൊണ്ടാണ്. ഇവര് കൊയ്തുകൊണ്ടിരിക്കുമ്പോ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. വന്നുടനെ എല്ലാരും കൊയ്തുകൊണ്ടിരിക്കുക. ഉടനെ അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടെ. എന്തോ ക്വാളിറ്റിയാ. നമ്മുടെ സഭയിലൊക്കെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, വിനയമുള്ളവരും വിധേയത്വമുള്ളവരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഒത്തിരി പേരെ അറിയാം. പക്ഷെ ചിലർക്ക് ഇടക്കാലത്ത് 10 മുത്തം കിട്ടിയവരുണ്ട്, അവർക്കാ കൂടുതൽ അഹങ്കാരം. ഒരു ഗതിയും ഗത്യന്തരം ഇല്ലാതെ കടന്ന കുറെ എണ്ണത്തിന് ഇടക്കാലത്തപ്പം 10 മുത്തം കിട്ടാനും. അന്നേരം ഞങ്ങളുടെ കുന്നുപറമ്പിലെ തങ്കമ്മ കൊച്ചമ്മ പറഞ്ഞടാ, കുണ്ട് കാണാത്ത കുണ്ട് കാണുമ്പോ കണ്ട കുണ്ടെല്ലാം ദേവലോ. എന്റെ വല്യമ്മച്ച് പറയുമായിരുന്ന ഒരു പഴത്തിൽ നിങ്ങൾക്കറിയാം, എടാ കുണ്ട് മുഷിഞ്ഞവനെ ഉയരെ മേടിക്കണം, കണ്ട് മുഷിഞ്ഞവനോട് കടവും കൊള്ളണം. ഒരു എരകരയും പരകതി ഇല്ലാതെ കിടന്നവനെല്ലാം 10 മുത്തം കെട്ടിട്ട് ഇതുപോലെ അഹങ്കാരം. പിന്നെ അവൻ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാം. നിന്നിട്ട് കുറച്ച് കാശുണ്ടായ ഒരു വിദ്വാൻ ഒരിക്കലും ഞാനും ഉണ്ട് പെയ്ത്തോന്ന് ചെന്നപ്പോൾ, അന്ന് ഓർക്കാപ്പുറത്ത് ചെന്നപ്പോൾ അവര് ഉണക്കമീൻ കൂച്ചി മറത്തു തുണി എടുത്തു ഈ വന്ന കാലത്താരാ കൂച്ചി. അവര് എണ്ണയ്ക്കകത്ത് മറത്ത് കുറിച്ച് തന്ന് ഇയാളുടെ അപ്പനും ഇയാളും കുട്ടൻ എന്ന് പറഞ്ഞൊരു മീനുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? കുട്ടൻ. ആ കുട്ടൻ ചുട്ടു നിന്നവനാ. നമ്മുടെ അപ്പുറത്തെ കുട്ടനെ ചുട്ടെന്നല്ല പറഞ്ഞു. കുട്ടനെന്ന് പറയാനൊരു മീനുണ്ട്, ഇച്ചിരി തടിപ്പും ഒക്കെ കേട്ട് മാംസം ഉള്ളതാണ്. അതും അടുപ്പിലിട്ടല്ല ചുട്ടത്, കരിയില കത്തിച്ച് ചുട്ടത്. അടുപ്പിൽ കത്തിക്കാൻ വേറെയില്ല. വല്ല വീട്ടിൽ പോയി കരിയില കൂത്തോണ്ട് വന്ന് മിറ്റത്തടുപ്പ് കൂട്ടി, ഉള്ള കാര്യമായി പറഞ്ഞു, മിറ്റത്തടുപ്പ് കൂട്ടി കരിയില അവിടുന്ന് പോകാനൊക്കെ ഇതിനെ കമ്പും കരിയിലയായിട്ടിരിക്കുക, തള്ളിത്തള്ളിക്കണ്ടേ. അതിനകത്ത് കുട്ടൻ എടുത്തിട്ട് ആ കോല് കൊണ്ട് തിരിച്ച് മറിച്ച് വിട്ട് എടുത്തിട്ടേച്ച് കുട്ടന്റെ വാലയെ പിടിച്ച്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഉള്ള ആ വാലയിലടിച്ച തള്ളയായിരിക്കണം. ഇപ്പൊ ഒന്നും അറിയാൻ മേലെന്ന്. ഞാൻ ചുമ്മാതൊന്നും പറഞ്ഞതല്ല, ഞാനത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടത് കഴിച്ചിട്ടുണ്ട്. കപ്പയിൽ അടുപ്പ ഇട്ട് ചുട്ട
കുട്ടനും ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചെന്ന് നല്ലതുപോലെ. ഇപ്പോഴത്തതിനേക്കാളൊക്കെ നല്ലതാണ്. അല്ല, അങ്ങനെ നിന്ന പുള്ളിക്ക് 10 പുത്തനുണ്ടായപ്പോൾ അയാൾ ചോദിക്കുക, അവരവരുടെ എണ്ണക്കകത്ത് വളർത്താൻ കൊടുത്തു. ഈ വന്ന കാലത്ത് അഹങ്കാരം ചില്ലറയാണ്. നിങ്ങൾ പറ, അഹങ്കാരം ചില്ലറയാണ്. വേറൊരാൾ പറഞ്ഞു, അച്ഛൻ എന്നും കിടക്കാൻ നേരത്ത് നിർബന്ധമാണ് പൂപ്പഴവും പാലും കഞ്ഞോളം പോലും ഇല്ലാതെ ഗതികേട് പിടിച്ചു. അല്ല, കഴിക്കുന്നതിന് ഞാൻ എതിരല്ല, കഴിച്ചു. സാഹചര്യം ദൈവം അനുകൂലം തരുമ്പോൾ കഴിച്ചു. പക്ഷെ അഹങ്കാര വർത്താനതേ അത് പാടില്ല. ബോസിനെ കണ്ടുപിടിച്ച് എന്തോ വലിയ ധനാഢ്യനാണ്. പക്ഷെ കൊയ്ത്തുകാരോട് ഇടപെടുന്ന സമീപനം അല്ലേ, എങ്ങനെ എഴുതിയ ബോസ് എന്നാ പറഞ്ഞേ? യഹോവ നിങ്ങളോടുകൂടെ. ഞാൻ ഇന്നലെ പറഞ്ഞ കോളേജിൽ പറഞ്ഞു, ചിലപ്പോൾ കൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. മിണ്ടുകാരില്ല ചിലരോട്, മിണ്ടത്തില്ല. സഭയിലുള്ള എല്ലാവരോടും മിണ്ടുകാരില്ല, ചിലർക്ക് കൈ കൊടുക്കത്തില്ലോ. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകത്തില്ലല്ലോ, പോയാൽ തന്നെ കഴിക്കത്തില്ലല്ലോ. അന്നൊരു പ്രത്യേക ഉപവാസമാണ്. പ്രത്യേകം. പിന്നെ നിന്റെ ഈ സൂത്രമൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. വെള്ളത്തിലൊന്നും അധിക നാൾ ഓടുകയല്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയല്ല. എന്നാ അമ്മാമ്മ വരാൻ? എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ എന്തൊന്നില്ലാത്തൊരു അതേസമയം വേറെ ചിലടുത്ത് അന്നെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിലും പറയാൻ കുഴപ്പമില്ല, ഞാൻ വരുന്നുണ്ടോ. മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതെല്ലാം ദൈവം കണ്ടോണ്ടിരിക്കുക. ബോസ് നല്ല മനുഷ്യനാണ്. കൊയ്ത്തുകാരോട് പറയുക, യഹോവ നിങ്ങളോടുകൂടെ. അല്ല, ഈ വയലിൽ വേല ചെയ്യുന്നവര് നല്ല ആൾക്കാരാ, അവരെല്ലാം തിരിച്ചു പറഞ്ഞേ. നിന്റെ തല പോട്ടെന്നല്ല പറഞ്ഞു, ഞങ്ങളായിട്ട് പോയിക്കുക വേല ചെയ്യുന്ന നിന്റെ തല, അതിന് തിരിച്ചു പറഞ്ഞേക്കണം. ദൈവത്തിന് മഹത്വം. ഇതാ ബോവസ്. അതാ നല്ല ബോവസാകുന്ന യേശു. അവിടെ നിന്നും പറയുന്നത്, നിന്റെ കൂടെ ദൈവമുണ്ട്. ഇമ്മാനുവേൽ, നമ്മോട് കൂടെ ഉള്ളവൻ. ഞാനോ ലോകാവസാനത്തോട് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. വന്നിട്ടും ഇമ്മാനവരെ ബോവസിൻ കാലായിൽ തൻ പകലിൽ വേല ചെയ്യും പഞ്ചനത്തിൻ കൂടെ വന്നിടുമി മാനവനെ ബോവസിൻ കാലായിൽ തൻ പകലിൽ വേല ചെയ്യും പഞ്ചനത്തിൻ കൂടെ. അമ്മയോടുകൂടെ ചേർന്ന
അവസാനിപ്പിക്കാം. ബോവസ് ഇവരെ അനുഗ്രഹിച്ചു, തിരിച്ച് അവരും അനുഗ്രഹിച്ചു. ഇതായിരിക്കണം നമ്മുടെ ജീവിതവും. തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അനുഗ്രഹിക്കുകയേ ചെയ്യാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസം പറഞ്ഞത് ഞാൻ കടമെടുത്ത് പറയാം. നമ്മുടെ ഈ നാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നാന്ന് വെച്ചാൽ യേശു രക്ഷിതാവാന്ന് പറയുന്നതാണ്. യേശു രക്ഷിക്കും, യേശു ക്രിസ്തു കർത്താവ്. ഈ നാവ് കൊണ്ട് അതാ പറയാൻ ഏറ്റവും ശ്രേഷ്ഠം. വേറെ ഒരു വിശേഷം ചോദിക്കുന്നതിൽ നല്ലത് യേശു രക്ഷിക്കും, യേശു കർത്താവ്, യേശു നിന്നെ അനുഗ്രഹിക്കും, യേശു നിന്നെ വിടിവിക്കും. ഈ നാവ് കൊണ്ട് അത് തന്നെ പറയണം. സ്തോത്രം. ഇതേ പറയാവൂ, വേറെ പറയരുത്. ചുരുക്കി പറഞ്ഞാൽ ബോവസിന്റെ വയലിൽ വന്നു, ഇഷ്ടപ്പെട്ടു, വലിച്ചിട്ടത് പറഞ്ഞ് ചാറ്റിൽ മുക്കി വെള്ളം കൊടുത്തു. എന്തിനേറെ പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, ഇന്ന് ബോവസ് കളത്തിൽ യവത്തൂത്ത് നെയ്യ് കുളിച്ച് വസ്ത്രം മാറി തൈലം കുറിച്ച് അമ്മായിയമ്മയെ അനുസരിക്കുന്ന മരുമകളും കൂടാ. അതിലെ ബോവസ് പറഞ്ഞത്, നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതല്ല, അല്ല നീ അമ്മായിയമ്മയെ ചെറുപത്തടിക്ക് അടിച്ചൊന്നും കേട്ടിട്ടില്ല. അമ്മായിയമ്മയ്ക്ക് നീ വെള്ളം കൊടുക്കാതെ അവരെ ഇട്ടെന്നുള്ളതൊന്നും ഞങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി വീര വനിതകൾ നമ്മുടെ ഇപ്പൊ എല്ലാം പമ്മിയിരിക്കുക. ഇപ്പൊ പറഞ്ഞത് പക്ഷേ എന്നാന്നറിയാമല്ല, കുഞ്ഞുങ്ങൾക്ക് എന്നോടും വലിയ ഈ തള്ള ഇതിന്റെ അപ്പുറം ചെയ്തത് അവരുടെ അമ്മായിയമ്മയോട്. അവർക്ക് വെള്ളവും കൊടുത്തില്ല, അവരെ ശുശ്രൂഷിച്ചുമില്ല, അവരെ സംരക്ഷിച്ചുമില്ല. അവര് ദൈവം ഈ വിതയ്ക്കുന്നതല്ലേ പോയിന്ന് ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യം. അപ്പൊ ആകെ ഉള്ള കാലത്ത് ഈ തള്ള ഓർത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ നല്ല ജാൻസി റാണി പോലെ അല്ല, ആകെ ഉള്ളപ്പോഴേ അങ്ങനെ ഓർത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ ജാൻസി റാണി നിൽക്കും പോലെ. ഇപ്പൊ തള്ള നടക്കുന്നു. ആകെയുള്ള കാലത്ത് ഓർത്തോ ഇങ്ങനെ വരുമെന്ന്. എനിക്കോടുള്ള ദൂതാ. നമുക്ക് തന്നെ ആരോഗ്യമുള്ളവർ പ്രായമുള്ളവരെ നമ്മൾ ഗൗനിക്കുകയല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നീയും ഈ മേഖലയിൽ കൂടെ പോകണം. നീ കുത്തി ഇരുന്ന് പുല്ല് പറയും. ഒരു വീടിന്റെ തിണ്ണയിരുന്നപ്പോ ഞാൻ ഒരു കുഞ്ഞോനച്ചാനം കൊണ്ടിരുന്നപ്പോ ഒരപ്പനും മോനും പോവുക. അപ്പം അന്ന് മെറ്റിലിട്ടതാ, ടാർ ചെയ്തിട്ടില്ല. അപ്പോ ഈ പ്രായമുള്ള പിതാവിനെ പിടിച്ച് വാന്ന് പറഞ്ഞ് വലിക്കണം. അപ്പൊ ഇങ്ങനെ കുട്ടി വീടാൻ നോക്കിയാൽ പിന്നെ എങ്ങനെയോ വീടില്ല. ഞാൻ ചാടിയിടും, അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ ചാടിയിടുന്നതിൻ്റെ അപ്പം കുഞ്ഞോനച്ചാൻ പറഞ്ഞു, അവിടെ ഇനി പറയാം. അവരങ്ങ് പോയി. അപ്പൊ എന്നോട് പറയാ, ആന പുള്ളിയില്ലേ, പുള്ളി അവന്റെ അപ്പന വലിച്ചവൻ ഈ ആഞ്ഞ പുള്ളിയുടെ മോന്. അങ്ങനെ ഞാൻ അറിഞ്ഞ അപ്പനും മോനുമാണ്. എന്തിനാ എഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു, അയ്യോ പുള്ളി വീട് ഇത് പറയാം. ആഞ്ഞ പുള്ളിയുടെ അപ്പനെ അന്ന് ഇവിടെ മെറ്റിലില്ല, ഈ ചിറവഴി വലിച്ചുകൊണ്ട് അങ്ങേ ചിറയെ കൊണ്ടുപോയതാണ്. അന്ന് ഞാൻ ഈ തിണ്ണേലിൽ കൊണ്ടായിരുന്നു, കണ്ടതാണ്. മുന്നോട്ട് ആന പുള്ളി അയാളുടെ അപ്പനെ ഈ ചിറയെന്ന് വാചാലെന്നാ പറയുന്നത്. വാചാൽ വഴി കുട്ടനാടൻ ഭാഷയാണ്. വാചാൽ വഴി വലിച്ചുകൊണ്ട് അങ്ങനെ ചിറയെ കൊണ്ടിട്ടു. അന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഇവൻ എന്നെ ആ വാചാലി കൂടി ആളെ വലിക്കാത്തെന്ന് ചിന്തിച്ച ചില പ്രായമുള്ള അമ്മമാരും അപ്പന്മാരും പറയലേ, ഞങ്ങൾക്ക് ആരുമില്ല. പുറകോട്ട് ചിന്തിക്കും, നീ അങ്ങനെ ആയിരുന്നെന്ന്. നീ അങ്ങനെ ആയിരുന്നു. ഞാനങ്ങ് നിർത്തട്ടെ, മതിയായിരിക്കും. ഗുണവാങ്ങാനാണ് ഇതൊക്കെ മതിയല്ലോ. പോരെ, ഇത് പോരെ, പറ. എന്റെ ഈ സാധനമുണ്ട്. വിതയ്ക്കുന്നത് പോയും. ഞാനൊരു സാക്ഷ്യം പറയാം. ഒരു സാക്ഷ്യം. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. 106 വയസ്സ് കഴിഞ്ഞ് 107 കയറുക. 106 കഴിഞ്ഞ് 107 കയറും. 107 വയസ്സ്. 107
അമ്മാമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര ഉണ്ടോ? 60 ഉണ്ടോ? അമ്മച്ചിക്ക് 107 ഞങ്ങൾ വലിയ ശ്രേഷ്ഠമായ കുടുംബവും സ്വത്തും മഹിമയും ലോകപ്രകാരം ഒന്നും പറയാനില്ല, ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് കൊച്ചുമക്കൾ 4, 8, 2, 2, 10, 1, 11. ഈ വല്യമ്മച്ചിയുടെ കൊച്ചുമക്കൾ 11 ഉണ്ട്. ഞാനിവിടെ കൂട്ടി. അവർക്കും മക്കളുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അവരുടെ മക്കളും ആകാൻ പോകുന്നു. ഞങ്ങൾക്കെല്ലാം ഈ വല്യമ്മച്ചിയെ ജീവന ഇപ്പോഴും എല്ലാ കൊച്ചുമക്കളും. എൻ്റെ അപ്പന്മാർ 3 പേരാണ്. എൻ്റെ അപ്പനും ഉപ്പാപ്പന്മാർ 2. അവർ മരിക്കുന്നത് വരെ വീട്ടിലൊരു കാര്യം ഉണ്ടായാൽ അമ്മച്ചിയായിട്ട് ആലോചിച്ചാണ് ചെയ്യുന്നത്. 3 പേര് മരിക്കുന്നത് വരെ. വല്യമ്മച്ചി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിള്ളേരെ ആരെയും താക്കിയിട്ടില്ല. പക്ഷെ പിള്ളേരെല്ലാം അനുസരിക്കുന്ന പിള്ളേർ എന്തിനാ തല്ലുന്നത്? ഒത്തിരി പറയാനുണ്ട്, പോട്ടെ. അപ്പം കുടുംബ സെക്രട്ടറി ഒന്നും പറഞ്ഞാൽ എൻ്റെ സ്വത്തൊന്നുമില്ല, എല്ലാം ദാരിദ്ര്യത്തൊക്കെ അനുഭവിച്ചൊക്കെ വളർന്നത്. പക്ഷെ അന്തരീക്ഷമില്ല. ഒരു കാരണം പറയാം. ഇപ്പോഴും വല്യമ്മച്ചി വന്ന് ഞരങ്ങിയാൽ അന്നേരം, ഇപ്പോൾ ഉപ്പാപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, കൊച്ചുമോനുണ്ട്. അന്നേരം അവനെ ഓടിച്ചു. എന്നെ പറ്റിയത് ഇല്ലടാ, ഞാൻ അന്ന് ചുമച്ചതല്ലേ, മുരടിക്കത്. ഉടനെ അവിടെ നോക്കുക. ഈയിടെ എൻ്റെ അച്ചാച്ചൻ്റെ ഒരു 3 പെങ്ങൾ മരിച്ചു. അവരെല്ലാവരും പറഞ്ഞു, വല്യമ്മച്ചിയെ കൊണ്ടുവരണ്ട, 107 വയസ്സോട് അടുക്കുന്നില്ല, 6 നിക്കരയാണ്, കൊണ്ടുവരണ്ട, എങ്ങനെയാണെന്നൊക്കെ. ഞാനപ്പം സഭായം കഴിഞ്ഞ്, നമ്മുടെ സഭായം കഴിഞ്ഞല്ലേ പോയി, ഞായറാഴ്ച. അപ്പോൾ സഭായം കഴിഞ്ഞ് ഞാൻ പോയി. ഞാൻ ചെന്ന് കൊച്ചമ്മയോട് പറഞ്ഞ് ഒരുക്കി നിർത്തി ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം മോളല്ലേ മരിച്ചു, ആഗ്രഹം കാണുകയല്ലേ. ഒന്ന് ആളും ബഹളോ 107 വയസ്സൊക്കെ ഇല്ലേ. കൊച്ചമ്മ പെട്ടെന്ന് ഒരുക്കി ഞാൻ വണ്ടിയായിട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് കാണിച്ചു. എന്നേലും സ്പീഡിലാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, മക്കൾക്കെല്ലാം ഇഷ്ടമാണ്, കൊച്ചുമക്കൾക്കും എല്ലാവർക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതുകൂടെ കേൾക്ക്. ഇവിടെ കേട്ടാൽ ഇതിൻ്റെ കാര്യം ശരിയാവും. ഇത് രണ്ടും കണ്ട ആളാണ് ഞാൻ. ഇല്ല, മറ്റേ അച്ഛൻ കണ്ടതുപോലെ. എൻ്റെ ഈ വല്യമ്മച്ചിയുടെ അമ്മ, ആ അമ്മച്ചി മരിക്കുമ്പോൾ എനിക്ക് തോന്നാണ്ട് 102 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുനാളില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് വല്യമ്മച്ചിയുടെ കൂടെ ആ അമ്മച്ചി ജീവിക്കുന്നത്. 3 പെൺപിള്ളാരാണ്. ഇളയതാണ് എൻ്റെ വല്യമ്മച്ചി. അപ്പം എൻ്റെ വല്യമ്മച്ചിയുടെ 22 വയസ്സിൽ ഭർത്താവ് മരിച്ചതാണ്. ഇപ്പം 107 വയസ്സുണ്ട്. എത്ര നാൾ വിധവയായെന്ന് ഓർത്തോണം. 22 വയസ്സിൽ ഭർത്താവ് മരിച്ചു. 3 ആൺപിള്ളേർ എൻ്റെ അപ്പനോടെ കൂട്ടി. അന്ന് വല്യപ്പനും വല്യമ്മയും പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിള്ളേരെ വളർത്തണമെന്ന് പറഞ്ഞു. പിള്ളേർക്കും ആ കരുതലുണ്ടായിരുന്നു. പിള്ളേർക്കും ആ കരുതലുണ്ടായിരുന്നെന്ന്. പിള്ളേർ കരുതുന്നത് ഞങ്ങൾ കൊച്ചുമക്കളും കണ്ടാ വളർന്നെ. കുടുംബത്തിൻ്റെ ഭദ്രതയായി പറയുന്നത്. നീ 2 പുത്തം കിട്ടുമ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി തന്തേനും തട്ടി ദൂരെ കളഞ്ഞ് തള്ളേയും തൊടിച്ച് മലത്തിയേച്ച് ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് കിടന്നാലൊന്നും നിങ്ങൾ ശ്വാസം വിടും. നിങ്ങൾ ശ്വാസം വിടും. ഞാൻ അനുഭവം പറഞ്ഞല്ലേ ഉള്ളൂ. മറുഭാഷ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയല്ല. ഉറക്കെ കൈയടിച്ചത് കൊണ്ട് മേപ്പോട്ടും ചാടിയാലൊന്നും കാര്യം നടക്കുകയല്ല. അത് ചെയ്യരുതെന്നല്ല, അതൊക്കെ അത്യാവശ്യമാണ്. ഇത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ അതോടെ പറഞ്ഞു നിർത്താം. അപ്പൊ ആ വല്യമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ കിടന്നപ്പം വയറൊഴിഞ്ഞു, ക്ഷീണതയായി. അപ്പൊ പുള്ളിക്കാരൻ്റെ അമ്മയെ കാണാൻ ഇപ്പോഴത്തെ കാലമല്ല, അന്നത്തെ കാലമാണ്. പെട്ടെന്ന് അടുക്കളയിലെ ജോലി കിട്ടും. ജോലി വന്ന് നോക്കിയപ്പോൾ പരിവക്കാണ്.
അതെല്ലാം തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി. അത് ഞാൻ കണ്ടതാണ്. വിതച്ചാലേ കൊയ്യും. നല്ല മനസ്സോടാ വിതയ്ക്കുന്നെങ്കിൽ 100 പേര് കൊയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞങ്ങ് നിർത്തുക. ഭാഗ്യവശാൽ യൂത്ത് ബോവസിന്റെ വയലിൽ ബോവസ് അവളെ വീണ്ടെടുത്തു. രണ്ടുപേരും കൂടെ ജീവിതം ആരംഭിച്ചു. ഒടുവിൽ ഒരു കൊച്ചിനെ കിട്ടി, ഓവേദ്. ഉണ്ടായി കഴിഞ്ഞപ്പോൾ നൊവോമി കുഞ്ഞിനെ കിടത്തി മടിയിൽ കിടത്തി. അപ്പം ഈ സഹോദരിമാരെല്ലാം കൂടെ വന്ന് പറയുന്നൊരു പദമുണ്ട്, നൊവോമിക്ക് ഒരു കൊച്ചുണ്ടായത്. അങ്ങനല്ലേ 4:16 വായിച്ചേ? 4:16. നൊവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അവളുടെ അയൽക്കാരത്തികൾ, സ്ത്രീജനം അവളുടെ അയൽക്കാരത്തികൾ എന്നാ പറഞ്ഞേ? നൊവോമിക്ക് ഒരു മകൻ. യഥാർത്ഥത്തിൽ നൊവോമിയുടെ കൊച്ചാണോ? അല്ല, ഇത് രൂത്തിന്റെ ബോവസിന്റെയാണ്. പക്ഷെ അയൽക്കാരത്തികളെ കൊണ്ട് ദൈവം പറയുക നൊവോമിക്ക് ഒരു കൊച്ചുണ്ടായെന്ന്. ഇപ്പം നൊവോമിക്ക് കൊച്ചുണ്ടായെന്ന് പറഞ്ഞപ്പം എന്നാ തിരിച്ചു പറയാൻ, നിങ്ങൾ എന്നെ നൊവോമി എന്ന് വിളിക്കണ്ടെന്ന്. 1:19 നൊവോമി എന്ന് പറഞ്ഞവൻ പറഞ്ഞായിരുന്നല്ലോ, നൊവോമി എന്നൊന്നും എന്നെ വിളിക്കണ്ട, എന്നാ വിളിക്കണം? മാറാം. 4:16 വന്നപ്പോ നൊവോമി എന്ന് പറഞ്ഞപ്പോ എന്നാ പറഞ്ഞ? നൊവോമി എന്ന് വിളിക്കണ്ടെന്ന്. അന്നേരം മാറാം മധുരമായി. 1:19 കഴിച്ചവൾ 4:16 വന്നപ്പോ മധുരിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നീ എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും കൊന്നും മനോവേദനയോടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും കൊന്നും ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കയ്പിനെ മധുരമാക്കി തീർക്കുന്ന ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞു വരുത്തുന്ന ദൈവമുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള നസറായൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഭാഗ്യഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം ഈ നിലയിൽ നിന്നും ഒക്കെ തന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വരുന്നവരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഒരു വാക്കിന്റെ 2 ശീലകൾ പാടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് നമുക്ക് ദൈവകൃപയെ ശരണപ്പെട്ട് പിരിയാൻ കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടാം.